ചിക്കൻ പൊരിക്കുമ്പോൾ ഇനി ഒരിക്കൽ ഇതുപോലെ ചെയ്ത് വെക്കുക കേട്ടോ. അടിപൊളി ടേസ്റ്റാണ്, നല്ല ക്രിസ്പി ആയിട്ടുള്ള ചിക്കൻ ഫ്രൈ ആണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് പറയുക. പിന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടാക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ കുറച്ച് ചിക്കൻ എടുത്തിട്ടുണ്ട്. അത് ഇതേപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു അര കഷ്ണം സവാള ചെറുതായിട്ട് അരിഞ്ഞതിട്ട് കൊടുക്കാം. പിന്നെ കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് സോയാ സോസ് കുറച്ച് ഒഴിച്ച് കൊടുക്കാം. കുറച്ച് മുളകിൻ്റെ പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് കോൺഫ്ലവറും കൂടി ഇട്ട് കൊടുക്കാം. കോൺഫ്ലവർ ഇല്ലെങ്കിൽ അരിപ്പൊടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് കൈ വെച്ചിട്ട് നല്ലപോലെ കുഴച്ചെടുക്കാം. ഇത് നമ്മൾ റെസ്റ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല, അന്നേരം തന്നെ പൊരിച്ചെടുക്കാം. പിന്നെ ചൂടായ എണ്ണയിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മളുടെ ചിക്കൻ പീസ് ഓരോന്നായിട്ട് ഇതിലേക്ക് വെച്ച് കൊടുക്കാം. ഇനി നമ്മൾ നല്ലോണം ഇതൊന്ന് പൊരിച്ചെടുക്കാം. എന്നിട്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് നമ്മൾ പൊരിച്ചെടുക്കുന്നത്. അപ്പോൾ കുറച്ച് സമയം കഴിഞ്ഞിട്ട് ഇതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. നല്ലോണം എന്താ പറയുക, നല്ലോണം മുരിഞ്ഞിട്ട് കിട്ടണം ഇതെന്തായാലും, അപ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. നല്ലോണം മൊരിച്ചെടുത്തിട്ടുണ്ട്. ഇനിയാണ് നമ്മളിതിലേക്ക് തേങ്ങ ചിരകിയത് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ തേങ്ങ ചിരകിയത് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഫ്ലെയിം കൂട്ടാനൊന്നും പാടില്ല. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ നമുക്ക് ചിക്കനും തേങ്ങയും കൂടി നല്ലപോലെ വീണ്ടും മൊരിച്ചെടുക്കാം. പെട്ടെന്ന് തന്നെ മൊരിഞ്ഞിട്ടും തേങ്ങ പെട്ടെന്ന് തന്നെ ആയിക്കിട്ടും. നമ്മുടെ അടിപൊളി ചിക്കൻ ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, നല്ല ടേസ്റ്റാണ്. ട്രൈ ചെയ്തിട്ട് കമൻറ്റ് പറയാം. താങ്ക് യു.